നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഏറെ കാലമായി കാത്തിരുന്ന ഒരു വലിയ ആശ്വാസ വാർത്തയാണ് വന്നിരിക്കുന്നത്. നിലവിലുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഒഴിവാക്കി അതിനു പകരം അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പാക്കാൻ സർക്കാർ ഔദ്യോഗികമായി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലെ പ്രശ്നം എന്തായിരുന്നു? പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാരനും സർക്കാരും മാസത്തിൽ വിഹിതം അടച്ചിരുന്നെങ്കിലും വിരമിക്കുമ്പോൾ നിശ്ചിത പെൻഷൻ ഉറപ്പില്ലായിരുന്നു. വർഷങ്ങളോളം സംഭാവന നൽകിയാലും വിരമിച്ച ശേഷം എത്ര പെൻഷൻ ലഭിക്കുമെന്നത് ഉറപ്പില്ലാത്ത ഈ സംവിധാനം ജീവനക്കാർ തുടർച്ചയായി എതിർത്തിരുന്നു. ജീവനക്കാരുടെ പ്രധാന ആവശ്യം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം, ഉറപ്പുള്ള അഷ്വേർഡ് പെൻഷൻ സംവിധാനം കൊണ്ടുവരണം. ഈ ആവശ്യം വർഷങ്ങളായി ശക്തമായി ഉയർന്നിരുന്നു. സർക്കാർ എടുത്ത തീരുമാനം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. ഇപ്പോൾ ആ ഉറപ്പ് പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എന്തുകൊണ്ട് ഇത് ഇത്ര വൈകി? പദ്ധതിയിൽ എത്ര ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ഫണ്ട് മാനേജർമാരെ വഴി പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിയിലേക്കാണ് PFRDA പോയിരുന്നത്. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഇതുവരെ അടച്ച തുക കേന്ദ്ര സർക്കാർ തിരികെ നൽകില്ലെന്നാണ് പ്രധാന തടസ്സം. എത്ര പേർ ഈ പദ്ധതിയിൽ ഉണ്ട്? കേരളത്തിൽ ഏകദേശം 5.5 ലക്ഷം സർക്കാർ ജീവനക്കാർ, ഇതിൽ 2.40 ലക്ഷം പേർ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലാണ്. അതിനാൽ തന്നെ തീരുമാനം വലിയ സാമ്പത്തിക പ്രത്യാഘാതമുള്ളതായിരുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി എപ്പോൾ തുടങ്ങി? 2013 ഏപ്രിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അന്ന് പറഞ്ഞ കാരണം ഭാവിയിൽ പെൻഷൻകാരുടെ എണ്ണം ജീവനക്കാരേക്കാൾ കൂടുതലാകുമെന്നും ശമ്പളവും പെൻഷനും നൽകാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുമായിരുന്നു. ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഉറപ്പുള്ള മാസ പെൻഷൻ വിരമിച്ച ശേഷം സാമ്പത്തിക സുരക്ഷ സർക്കാർ ജീവനക്കാർക്ക് വലിയ ആശ്വാസമാകുമോ? അഷ്വേർഡ് പെൻഷൻ സ്കീമിന്റെ വിശദ മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും ഉടൻ പുറത്തുവരുമെന്നാണ് സൂചന ഉള്ളത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം ജീവിതം സുരക്ഷിതമാക്കുന്ന ഒരു ചരിത്രപരമായ തീരുമാനത്തിലേക്കാണ് കേരളം നീങ്ങുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി.